അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ 3 തെളിവുകളുമായി സമസ്ത. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ജനനവുമായി ബന്ധപ്പെട്ട് അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചു. 2, ആദം അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്, അതാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. 3, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് തിങ്കളാഴ്ചയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഈ 3 സംഭവങ്ങളും എന്തിന് തെളിവാണ്? എങ്ങനെയാണ്? 1, അബൂലഹബ് എന്ന മനുഷ്യൻ സുവൈബ എന്ന അടിമയെ മോചിപ്പിച്ചു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിൻ്റെ സന്തോഷപ്രകടനമായിട്ട്. അതാണോ? അല്ല. എന്താ കാരണം? ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നു, വല്ലദീ ഫിസ്സിയറി യുഖാലിഫുഹു, ചരിത്രത്തിലുള്ള ഇതിനെതിരാണ്. വഹുവ അന്ന അബൂലഹബ് അഅതഖഹ ഖബ്ല ഹിജ്റ, ഹിജ്റയുടെ തൊട്ട് മുമ്പാണ് അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചത്. ഹിജ്റ എന്നാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 53-ാമത്തെ വർഷത്തിലാണ്. അല്ലാഹു അക്ബർ. അപ്പോൾ ഈ തെളിവാണോ? അല്ല. ഇനി സുവൈബയെ മോചിപ്പിച്ച കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. എന്നിട്ട് നബി പറഞ്ഞോ, ഞാൻ ജനിച്ചതിന് പകരമായിട്ട് ഇപ്പം സന്തോഷമായിട്ട് ചെയ്തതാണ് എന്ന്? ഇല്ല. അബൂലഹബിൻ്റെ കാര്യത്തിൽ എന്താ ഖുർആൻ പറഞ്ഞത്? മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ, അവൻ്റെ സമ്പത്തോ അവൻ പ്രവർത്തിച്ചതോ ഒന്നും ഉപകരിച്ചില്ല എന്നാണ്. ഉപകരിച്ചു എന്ന് സമസ്ത, ഉപകരിച്ചില്ല എന്ന് ആര് പറയുന്നു? അല്ലാഹു ഖുർആനിൽ പറയും. അപ്പോൾ ഏതിനാ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത്? ചിന്തിക്കുക. 3-ാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഈ സംഭവം ആയിട്ട് പറയുന്ന സംഭവം, ഈ സംഭവം ഉദ്ധരിക്കുന്നത് ഉർവയാണ്. ഉർവ നബിയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇത് മുർസലായ ഹദീസാണ്. 4-ാമത്തെ കാര്യം, ഇത് ഹദീസല്ല. പിന്നെയോ ബുഖാരി 5101-ാമത്തെ ഹദീസിൻ്റെ താഴെ ഒരു നോട്ടായിട്ട് കൊടുത്ത സംഭവമാണ്. 5-ാമത്തെ കാര്യം, ഇത് സ്വപ്നമാണ്. ആര് കണ്ടു? അബൂലഹബിൻ്റെ സ്വന്തക്കാർ കണ്ടു. ഇത് സ്വപ്നമാണ്. സ്വപ്നം തെളിവാകുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഈ സംഭവം നമുക്കവിടെ വിടാം. ആദം നബി അലൈഹിസ്സലാം ജനിച്ചത് വെള്ളിയാഴ്ചയാണ് എന്ന കാര്യം വ്യക്തമാണ്. ആണല്ലോ? ജനിച്ചതല്ല, സൃഷ്ടിക്കപ്പെട്ടതാണ്. ജനിച്ചതല്ലല്ലോ, സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ ജന്മദിനാണ് വിഷയം. സൃഷ്ടിക്കപ്പെട്ടതാണോ വിഷയം? അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈ വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? ഈ ആദം നബിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ? കൊല്ലത്തിൽ 53 വെള്ളിയാഴ്ച ഉണ്ട്. വെള്ളിയാഴ്ച സമസ്ത ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തിനാണ് അത് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മദിനത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? ഉണ്ട്. എന്നിട്ട് ഡിസംബർ 25-ന് ജന്മദിനം ആഘോഷിക്കുന്നുണ്ടോ സമസ്ത? ഇല്ല. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂത്തു വയൗമ ഉബ്അസു ഹയ്യ, ഞാൻ ജനിച്ച ദിവസം, ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം, മരിക്കുന്ന ദിവസം അല്ലേ എന്ന് പറയുന്നില്ലേ? ഉണ്ട്. എങ്കിൽ അത് മറിയമിലെ 32-ാമത്തെ ഹദീസിൽ ആയത്തിൽ പറയുന്നില്ലേ? ഉണ്ട്. എന്നിട്ട് അത് ആഘോഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം നോമ്പ് വെക്കാൻ കൽപ്പിച്ചു. നോമ്പ് വെക്കാനല്ലേ? ഭക്ഷണം കഴിക്കാനാണോ ഒഴിവാക്കാനാണോ? ഒഴിവാക്കാനാണ് അല്ലേ? അതാണോ ഭക്ഷണം കഴിക്കാനുള്ള തെളിവ്? റബീഉൽ അവ്വൽ 12-ന് എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കുക കൂടിയാണല്ലോ, ആണല്ലേ? റബീഉൽ അവ്വൽ 12 എന്നാണ് നബി പറഞ്ഞത്? അല്ല. 7 മാസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ ഇസ്ലാം റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രത്യേകത എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. നബാത്തി ഖുത്ബയിൽ റബീഉൽ അവ്വൽ മാസത്തിലെ 5 ഖുത്ബയിൽ ഏതിലെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം പറഞ്ഞോ? ഇല്ല. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കിൽ തെളിവാകില്ല എന്നല്ല, പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് സമസ്ത സത്യത്തിലേക്ക് മടങ്ങാം, സത്യം പറയുക. ഉള്ള തെളിവൊന്നും മതിയാവുന്നില്ല. ഒരു തെളിവ് പറഞ്ഞിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് തെളിവ് ഉള്ളത് എന്തിനാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം നോമ്പ് വെക്കുന്നതിനാണ്. മുസ്ലിമിലെ 1162-ാമത്തെ ഇന്ന് തിങ്കളാഴ്ചയാണ്. നോമ്പ് വെക്കണം. അടുത്ത തിങ്കളാഴ്ച നോമ്പ് വെക്കണം. അപ്പോൾ സുന്നത്തനുസരിച്ച് ഞാൻ ചെയ്താൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ പോയിക്കോളും.
അതുകൊണ്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.